സാറ് ഞാൻ ഇന്നോട്ട് പഠിച്ചു തുടങ്ങിയായിരുന്നു സാർ പറഞ്ഞ മെത്തേഡിൽ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. കാര്യം ഞാനിപ്പം ഇപ്പോൾ ഒരു വീട് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുവാണെങ്കിൽ പോലും എനിക്കൊരു പേടിയുണ്ട്. ഇത് ഏത് ചോദിക്കും, ഏത് എങ്ങനെ എഴുതും എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ പിന്നെ സിലബസും കാര്യങ്ങളെല്ലാം കൂടി എടുത്തിട്ട് എനിക്ക് ചിലതിൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ എന്ത് ചെയ്ത് ഈ ChatGPT അല്ലെങ്കിൽ 22 സപ്ലികളുള്ള പയ്യന്റെ മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് ആണ് നിങ്ങളിപ്പോ കേട്ടത്. അവിടെ അവൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ പറഞ്ഞ 56 സപ്ലികളുടെ കഥയിൽ ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൂടുക, യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാകുന്നില്ലെന്ന് പറയുന്നവരോട് എനിക്കാകെ പറയാനുള്ള കാര്യമുള്ളൂ. നിങ്ങളൊരു പ്രീവിയസ് ഇയർ ഒരു 3-4 ഇയറിലെ ക്വസ്റ്റ്യൻ എടുത്തേച്ച് മൊഡ്യൂൾ വൈസ് തിരിച്ച് ആ ക്വസ്റ്റ്യനിന്റെ ആൻസർ കണ്ടെത്തിയാൽ ഞാൻ ഉറപ്പ് പറയുന്നു ഒരു 60-70%. പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ മൊഡ്യൂളിലൊന്നും ലാഭം നോക്കാൻ നിൽക്കരുത്. ഈ പറഞ്ഞ ഇവിടെയല്ല ലാഭം നോക്കേണ്ടത്. കുറച്ച് മാർക്കൂടെ എക്സ്ട്രാ കിട്ടിയാലും ആർക്കും ഒന്നും പോകാനില്ല, ശരിയല്ലേ? നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ആ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ഒന്ന് സോൾവ് ചെയ്ത രീതിയിൽ മൊഡ്യൂൾ ഒന്ന് പഠിക്കണം. അല്ലെങ്കിൽ ആ മൊഡ്യൂളിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിനുള്ള സൊല്യൂഷൻ നിങ്ങൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ കാണാപ്പടം പഠിച്ചെങ്കിലും നിങ്ങൾ എഴുതിയിട്ട് അത് പാസ്സാകുക. ഇത്രയേ ഉള്ളൂ ഇതിന്റെ സമവാക്യം. അല്ലാതെ ബിടെക് പാസ്സാകുന്നില്ലെന്ന് പറയുന്നതിന് വേറെ സമവാക്യം ഒന്നും തന്നെ